സംസ്ഥാനത്തെ ഡാമുകളിലെയും നദികളിലെയും ചെളിയും മണലും നീക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പദ്ധതി തയ്യാറാക്കാൻ റവന്യൂ, ജലസേചന വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ മാറിയാൽ പ്രവർത്തനം തുടങ്ങും. ഡാം മാനേജ്മെന്റിന് AI അധിഷ്ഠിത സംവിധാനം നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യക്ക് മോഡലായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് പ്രോഗ്രാം കേരളത്തിൽ നടപ്പാക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷന് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ, ലോകത്തുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷൻ, അതിൻ്റെ വാർണിംഗ് സിസ്റ്റം ഇഫക്റ്റീവ് ആക്കും. പിന്നെ ഫ്ലഡ് മാപ്പിംഗ്, ഈ പറയുന്ന പ്രോൺ ആയിട്ടുള്ള ഏരിയ, അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഫ്ലഡ് മാപ്പിംഗ് നടത്തി അത് നേരത്തെ പ്രഖ്യാപിച്ച ഫലപ്രദമായ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം കൊണ്ടുവരും. അതിൻ്റെ ഭാഗമായിട്ട് ഡാമുകളിലെ മണൽ മാറ്റും. കാരണം ഡാമുകളിൽ നന്നായി മണലും ചെളി അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡാമിൽ ഡീസിൽറ്റ് ചെയ്യും. അതോടൊപ്പം നദികളിൽ 2018 അടിഞ്ഞിരിക്കുന്ന മണ്ണാണ് ഈ പ്രശ്നം, മണ്ണും ചെളിയുമാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ജലസേചന വകുപ്പും കൂടി ആവിഷ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തൃശൂർ ആമ്പല്ലൂർ മണലിപ്പുഴയിൽ കാർ ഒഴുകിപ്പോയി. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലർച്ചെ 1 മണിയോടെ മണലിപ്പുഴയുടെ മടവാക്കര കാഴ്ചക്കടവിലാണ് അപകടം. ചാവക്കാട് മന്ദലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന കാറാണ് പുഴയിലേക്ക് മറിഞ്ഞത്. ചാവക്കാട് നിന്നും ആലുവയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. ആലുവയിൽ സ്വകാര്യ കോളേജിലെ LLB വിദ്യാർത്ഥിയാണ് സിനാൻ. കോളേജിലേക്ക് പോകുന്നതിനിടെ വളവുള്ള ഭാഗത്ത് നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടിയ സിനാനെ തൊട്ടുപുറകിൽ വന്നിരുന്ന കാർ യാത്രക്കാരാണ് രക്ഷപ്പെടുത്തിയത്. പുറകിൽ വന്നിരുന്ന വാഹനയാത്രികർ ചേർന്ന് കയർ കെട്ടി കാർ വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നതിന് മുൻപേ കാർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കാർ കണ്ടെത്താനായില്ല.